ഗാലക്സി പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ ഓൺ എക്സാമിന് വരുന്ന പാഠഭാഗങ്ങളുടെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓൺ എക്സാമിന് നിങ്ങൾക്ക് പ്രധാനമായിട്ട് 3 ചാപ്റ്റേഴ്സ് ആണ് ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളത്. അത് 1, 2, 4 ഈ പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അത് ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം, ഈ 3 പാഠഭാഗങ്ങളാണ് ഓൺ എക്സാം അതായത് ഫസ്റ്റ് ടൈം എക്സാമിന് പഠിക്കാനുള്ളത്. ഇതിലത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഏതെല്ലാം ടോപ്പിക്സ് ആണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത്, വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്തെല്ലാമാണ് എന്ന് നോക്കാം. അതിനു മുൻപ് ഇതൊരു പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, 9ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയെല്ലാമാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എന്താണ് എന്നെല്ലാം എല്ലാവർക്കും വളരെ ആകാംക്ഷയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്തായിരിക്കാം എന്നൊന്ന് ഊഹിച്ചു നോക്കാം. അതായത് നിങ്ങളുടെ ഹിസ്റ്ററി 80 മാർക്കിന്റെ എക്സാം ആണ്. അപ്പൊ 80 മാർക്കിന്റെ എക്സാം 9ാം ക്ലാസ്സിലെ കുട്ടികൾ ആദ്യമായിട്ടാണ് എഴുതാൻ പോകുന്നത്. ഇപ്പൊ 80 മാർക്ക് എന്ന് പറയുമ്പോൾ അതിൽ ഹിസ്റ്ററിയിലെ 40 മാർക്കും ജിയോഗ്രഫിയിലെ 40 മാർക്കും ചേർത്തിട്ടാണ് 80 മാർക്ക് വരുന്നത്. അതിൽ തന്നെ അതായത് ഹിസ്റ്ററിയിലത്തെ പാഠഭാഗങ്ങളും ജിയോഗ്രഫിയിലെ പാഠഭാഗങ്ങളും കൂടി കലർന്നിട്ടായിരിക്കും വരുന്നത്. അല്ലാതെ ഹിസ്റ്ററി ഒരു സെക്ഷൻ ജിയോഗ്രഫി ഒരു സെക്ഷൻ അങ്ങനെ ആയിരിക്കില്ല, രണ്ടും ഇടകലർന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് ചാപ്റ്റേഴ്സും അതിലത്തെ ടോപ്പിക്സും നല്ലപോലെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഹിസ്റ്ററിയിലെ ക്വസ്റ്റ്യൻസ് ആണോ ജിയോഗ്രഫിയിലെ ക്വസ്റ്റ്യൻസ് ആണോ ഏത് പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അത് നിങ്ങൾ നന്നായിട്ട് പാഠഭാഗങ്ങളും അതിലത്തെ ആശയങ്ങളും നല്ലപോലെ മനസ്സിലാക്കി വെക്കാനുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ നമുക്ക് അറിയുന്ന വിവരം വെച്ച് പറയാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 30-31 ക്വസ്റ്റ്യൻസോളം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിൽ തന്നെ 1 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക്, 5 മാർക്ക്, 6 മാർക്ക്, ഈ ഒരു പാറ്റേൺ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു മാർക്കിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ തന്നെ 1 മാർക്കിന്റെ ഒരു ഏകദേശം 4-5 ക്വസ്റ്റ്യൻസ് വൺ വേർഡ് ആയിരിക്കും. അത് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ മസ്റ്റ് ആയിട്ടും ആൻസർ ചെയ്യേണ്ടതാണ്. അപ്പോൾ പാഠഭാഗം നല്ലപോലെ വായിച്ചിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വൺ വേർഡിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 3 മാർക്ക് 4 മാർക്ക് സെക്ഷൻസ് ആണ്, ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ 5 മാർക്കിന്റെ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് മിക്കവാറും ജിയോഗ്രഫിയിലെ ക്വസ്റ്റ്യൻ ആയിരിക്കും. 2 ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിൽ നിന്ന് ഒരെണ്ണം നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ജിയോഗ്രഫിയിലെ ആയിരിക്കും 5 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അടുത്ത 6 മാർക്കിന്റെ സെക്ഷനിലോട്ട് വരുന്നത് ഹിസ്റ്ററിയിൽ ഏതെങ്കിലും ഒരു 2 എസ്സേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് 2 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാം. അപ്പൊ ഇതായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ ചാപ്റ്റേഴ്സും അതിലത്തെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സും ക്വസ്റ്റ്യൻസും എന്തെല്ലാമാണെന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ചാപ്റ്റർ അല്ലെ ആദ്യത്തെ പാഠഭാഗം എന്ന് പറയുന്നത് ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട്. ഇപ്പൊ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിരിക്കേണ്ട കുറച്ച് ടോപ്പിക്സും ക്വസ്റ്റ്യൻസും ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതില് പേജ് നമ്പർ 11 കുറച്ച് ഫിഗേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഗുഹാചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഇവിടെ ഒരു പിക്ചർ ഉണ്ട്. അതിൽ നോക്കൂ, അതായത് അസ്ഥികളിലെ കൊത്തുപണികൾ കണ്ടെത്തിയിട്ടുള്ള സ്പെയിനിലെ ഗുഹ ഏത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ എന്താണ്? ലാഗർമ അല്ലെ. ലാഗർമ ഗുഹകളിലാണ് അസ്ഥികളിലെ കൊത്തുപണികൾ കണ്ടെത്തിയിട്ടുള്ള സ്പെയിനിലെ ഗുഹ എന്ന് പറയുന്നത്. അതുപോലെ ബാക്കി പിക്ചേഴ്സ് ഇവിടെ നിന്ന് ആ രീതിയിലൊന്ന് നിങ്ങൾ നോക്കി വെച്ചോളാം. പിന്നെ അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു നെക്സ്റ്റ് പേജിൽ തന്നെ ഈ ഗുഹാചിത്രങ്ങളുടെ എല്ലാം സവിശേഷതകൾ എന്തെല്ലാമാണ്, ഗുഹാചിത്രങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് അത് ഇവിടെ ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. അത് ഗുഹാചിത്രങ്ങൾ വരയ്ക്കുന്നതിന് അവർ വിവിധ തരത്തിലുള്ള നിറങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെടികൾ, മരത്തിന്റെ തോല്, കായ്കൾ എന്നിവ അരച്ച് ചെങ്കൽ പൊടിയും ചേർത്തിട്ടാണ് നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. പിന്നെ സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഗുഹകളുടെ ഉൾഭിത്തികളിലാണ് ചിത്രങ്ങൾ വരച്ചിരുന്നത്. ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് അവര് കൽസൂചികളും മുനയുള്ള ആയുധങ്ങളും എല്ലാമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാമാണ് ആ ഗുഹാചിത്രങ്ങളുടെ സവിശേഷതകളായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അടുത്തൊരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രാചീന ശിലായുഗ കാലത്തെ ഉപകരണങ്ങൾ, കലകൾ എന്നിവയിൽ നിന്നും മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം വിവരങ്ങളാണ് കിട്ടുന്നത്. അതിവിടെ ഒരു ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അതായത് പ്രാചീന ശിലായുഗത്തെ മനുഷ്യരുടെ ജീവിതത്തെ കുറിച്ച് ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വിവരങ്ങൾ എന്ന് പറയുന്നത് അവർ പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്നു. അതേപോലെ തന്നെ ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലും വസിച്ചിരുന്നു. വേട്ടയാടൽ, ശേഖരണം എന്നിവയായിരുന്നു ഉപജീവന മാർഗങ്ങൾ. ബാൻഡുകൾ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടങ്ങൾ അല്ലെങ്കിൽ പറ്റങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ബാൻഡുകളായിരുന്നു സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം. പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു.
ഭക്ഷണം സംഭരിച്ചു വെച്ചിരുന്നില്ല, നാടോടി ജീവിതമാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഈ പോയിന്റ്സ് എല്ലാം നിങ്ങൾക്ക് ഒരു എസ്എ ക്വസ്റ്റ്യൻസ് ആയിട്ട് പഠിച്ചു വെക്കാവുന്നതാണ്. അതിൽ തന്നെ ഇവിടെ നമ്മൾ ബാൻഡുകളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ബാൻഡുകളുടെ സവിശേഷതകൾ കൂടി ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടോ പഠിച്ചു വെക്കാം. അപ്പൊ ബാൻഡുകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? 100ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹങ്ങളാണ് ബാൻഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ രക്തബന്ധമാണ് ബാൻഡിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിരുന്നത്. ഈ 2 പോയിന്റ്സ് അതിന്റെ സവിശേഷതകളായിട്ട് പഠിച്ചു വെക്കാം. അടുത്തത് മധ്യശിലായുഗം അഥവാ മിസോലിത്തിക് ഏജ് ആണ്. മധ്യശിലായുഗത്തിലോട്ട് വരുമ്പോൾ ഇവിടെയും കുറെ ഗുഹാചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഭീംബേഡ്ക, അതായത് ഭീംബേഡ്ക എന്ന മധ്യശിലായുഗ ചിത്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? അതായത് മധ്യപ്രദേശ് അല്ലെ, മധ്യപ്രദേശാണ് ഭീംബേഡ്ക മധ്യപ്രദേശിലാണ്. പിന്നെ അതുപോലെ മഹാശിലായുഗ കേന്ദ്രങ്ങൾ പഠിച്ചു വെക്കുക. മഹാശിലായുഗ കേന്ദ്രങ്ങൾ ഇവിടെ ഉണ്ട്. അതായത് ഭീംബേഡ്ക, അതേപോലെ തന്നെ ഏതാണ് ലഗ്ജാവോർ, ഖത്തോട്ടിയ തുടങ്ങിയ ഗുഹാ കേന്ദ്രങ്ങളിലെ കലാസൃഷ്ടികളാണ് ആദ്യ മനുഷ്യന്റെ ജീവിത രീതികൾ മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കാം. അടുത്തത് നെക്സ്റ്റ് പേജിലോട്ട് വരുമ്പോൾ ഇവിടെ മധ്യശിലായുഗ കേന്ദ്രങ്ങൾ കണ്ടെത്തിയ രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് മിസോളിത്തിക് സെന്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ സ്റ്റാർക്കർ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലാണ്. സ്റ്റാർക്കർ എന്ന മധ്യശിലായുഗ കേന്ദ്രം കണ്ടെത്തിയ രാജ്യം എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ആണ്. അത് അങ്ങനെ ആ ഒരു ചാർട്ട് അല്ലെങ്കിൽ ആ ഒരു ഇത് പഠിച്ചു വെക്കുക കേട്ടോ, ആ ഒരു ബോക്സ് പഠിച്ചു വെക്കാം. അടുത്ത നവീന ശിലായുഗമാണ്. നവീന ശിലായുഗം അഥവാ നിയോളിത്തിക് ഏജ്. നവീന ശിലായുഗത്തില് ഈ പാരഗ്രാഫിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ, ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ കിട്ടും. മാൻ മേക്സ് ഹിംസെൽഫ്, അതായത് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഗോൾഡ് ചൈൽഡ് ആണ്. ഗോൾഡ് ചൈൽഡ് ആണ്. അതായത് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു അല്ലെങ്കിൽ മാൻ മേക്സ് ഹിംസെൽഫ് എന്ന ഗ്രന്ഥം രചിച്ചത് ഗോൾഡ് ചൈൽഡ് ആണ്. അതൊരു 1 വേർഡ് ആയിട്ട് പഠിച്ചു വെക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഫെർട്ടൈൽ ക്രസൻഡ എന്ന പ്രദേശത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ ഫെർട്ടൈൽ ക്രസൻഡ എന്ന പ്രദേശത്തിന്റെ 2 പ്രത്യേകതകൾ എഴുതുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരുന്നു അത്? കൃഷിയുടെ ആരംഭമാണ് അതിലത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ചന്ദ്രക്കലയുടെ ആകൃതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ചന്ദ്രക്കലയുടെ ആകൃതിയാണ് ഉണ്ടായിരുന്നത്, കൃഷിയുടെ ആരംഭം. ഇതാണ് അതിലത്തെ പ്രധാന സവിശേഷതകളായിട്ട് അല്ലെങ്കിൽ പ്രത്യേകതകളായിട്ട് പറയാൻ പറ്റുന്ന 2 പോയിന്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കുവാനും മനുഷ്യനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ്? അതൊരു ഫ്ലോ ചാർട്ട് പോലെ ഇവിടെ തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. അത് ജനസംഖ്യാ വർധനവ്, മനുഷ്യാധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധന, സങ്കീർണമായ സാമൂഹ്യ സംഘടനം, ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ്, സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റം. ഇതെല്ലാമാണ് മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കാനും മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതായി ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ നോക്കാവുന്നതാണ്. അതായത് നവീന ശിലായുഗ കാലഘട്ടത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനുള്ള കാരണം എന്താണ്? അപ്പൊ നവീന ശിലായുഗ കാലഘട്ടത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ഗോൾഡൻ ചൈൽഡ് ആണ്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു പാരഗ്രാഫിൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും. കൃഷിയും കന്നുകാലി വളർത്തലും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്ഥിരമായ ലഭ്യത ഉറപ്പാക്കി. അതിന്റെ ഫലമായിട്ട് അവിടെ സ്ഥിരവാസം ആരംഭിക്കുകയും കാർഷിക ഗ്രാമങ്ങൾ വളർന്നു വരികയും ചെയ്തു. അതോടൊപ്പം തന്നെ കളിമൺ പാത്ര നിർമ്മാണവും കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഇഷ്ടികളുടെ ഉപയോഗവും ധാന്യ സംഭരണം സാധ്യമാക്കി. കാർഷിക രംഗത്ത് മിച്ചോൽപാദനം സാധ്യമായതോടെ സമൂഹത്തിലെ ഒരു വിഭാഗം കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വതന്ത്രരായി. അവർ കളിമൺ പാത്ര നിർമ്മാണം, നെയ്ത്ത് തുടങ്ങിയ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടാൻ തുടങ്ങി. അങ്ങനെ സമൂഹം വിവിധ തൊഴിൽ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നതായിട്ട് മാറി. ഇതോടെ സമൂഹ രൂപീകരണത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇതുകൊണ്ടാണ് നവീന ശിലായുഗ വിപ്ലവം എന്ന് ഗോൾഡൻ ചൈൽഡ് വിശേഷിപ്പിക്കാൻ കാരണം. അടുത്ത ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ നവീന ശിലായുഗ കേന്ദ്രങ്ങൾ, അതായത് ഏതെല്ലാം രാജ്യങ്ങളാണ് എന്ന് പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നവീന ശിലായുഗ കേന്ദ്രങ്ങൾ, അതായത് ജാർമോ സ്ഥിതി ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് ഇറാഖാണ്. അങ്ങനെ കുറച്ച് 4 രാജ്യങ്ങളുടെ കേന്ദ്രങ്ങളും ആ രാജ്യങ്ങളുടെ പേരുമുണ്ട്. വില അത് പഠിച്ചു വെക്കുക നിങ്ങൾ. പിന്നെ ഇവിടെ നിന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ഇതെന്ന് പറയുന്നത് ഒരു താരതമ്യ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതും 6 മാർക്കിന്റെ ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് പ്രാചീന ശിലായുഗത്തിലെയും നവീന ശിലായുഗത്തിലെയും മനുഷ്യ ജീവിതങ്ങളെ താരതമ്യം ചെയ്യുക. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, പ്രാചീന ശിലായുഗത്തിലെയും നവീന ശിലായുഗത്തിലെയും മനുഷ്യ ജീവിതങ്ങളെ താരതമ്യം ചെയ്യുക. ഇതിൽ അവരുപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങളുടെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ എഴുതാം. അതേപോലെ തന്നെ അവരുടെ
ആഹാര രീതികൾ, പിന്നെ വസ്ത്രം, പാർപ്പിടം, ഇതിനെക്കുറിച്ചൊക്കെയാണ് അതിൽ നിങ്ങൾ സൂചിപ്പിക്കേണ്ടത്. ഇതെല്ലാം നമ്മൾ ഈ രണ്ട് ടോപ്പിക്സിലായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ അത് തന്നെ നിങ്ങൾ അവിടെ എഴുതി വെച്ചാൽ മതി. അടുത്ത മെറ്റൽ ഏജ് ആണ്, അതാ ലോഹയുഗം. മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം ചെമ്പായിരുന്നു. ചെമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രം ചാതൽഹോയ്ക്കാണ്. ചാതൽഹോയ്ക്ക് സ്ഥിതി ചെയ്യുന്ന തുർക്കിയിലാണ്. തുർക്കിയിലെ ചാതൽഹോയ്ക്കിൽ നിന്നാണ് ചെമ്പിന്റെ സാന്നിധ്യം പ്രധാനമായിട്ടും കണ്ടെത്തിയത്. അതേപോലെ തന്നെ ചെമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ള പ്രധാന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ചാതൽഹോയ്ക്ക തുർക്കി, ചയോനു വടക്കൻ സിറിയ, അലിക്കോഷ് ഇറാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നെല്ലാമാണ് ചെമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ഇതെല്ലാമാണ് ചെമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ള പ്രധാന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അത് നിങ്ങൾ പഠിച്ചു വെക്കാം. അടുത്ത താമ്രശിലായുഗമാണ്, ചാൽക്കോളിത്തിക് ഏജ്. അപ്പൊ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് താമ്രശിലായുഗം എന്നാൽ എന്ത്, താമ്രശിലായുഗത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ്. അപ്പൊ ശിലാ ഉപകരണങ്ങൾക്കൊപ്പം ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ച കാലഘട്ടത്തെയാണ് താമ്രശിലായുഗം എന്ന് വിളിക്കുന്നത്. പ്രധാന കേന്ദ്രങ്ങൾ രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ഇതൊക്കെയാണ് താമ്രശിലായുഗത്തിൽ നിന്ന് അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുള്ള പ്രധാന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, ഒരു പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിൽ തന്നെ കളിമണ്ണിലും ശിലയിലും തീർത്ത ലോഹ നിർമ്മിതികൾ കണ്ടെത്തിയ മഹാരാഷ്ട്രയിലെ സ്ഥലം ഏതാണ്? അതായത് നൊവാസ. മഹാരാഷ്ട്രയിലെ നൊവാസയിൽ നിന്നാണ് കളിമണ്ണിലും ശിലയിലും തീർത്ത കലാനിർമ്മിതികൾ കണ്ടെത്തിയിട്ടുള്ളത്. അത് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അടുത്ത ബ്രോൺസ് ഏജ് അഥവാ വെങ്കലയുഗമാണ്. അപ്പോൾ നാഗരിക ജീവിതത്തിന് തുടക്കം കുറിച്ചൊരു കാലഘട്ടം എന്ന് പറയുന്നത് വെങ്കലയുഗമാണ്. ഒരു വൺ വേർഡ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. നാഗരിക ജീവിതത്തിന് തുടക്കം കുറിച്ച കാലം വെങ്കലയുഗമാണ്. അതേപോലെ തന്നെ നാഗരിക ജീവിതത്തിന് ആരംഭം കുറിച്ചത് വെങ്കല യുഗത്തിലാണ്. അപ്പൊ അതിന്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് കിട്ടും. അത് കാർഷികേതര പ്രവർത്തനങ്ങളായ വിവിധ തരം കൈത്തൊഴിലുകൾ, കരകൗശല പ്രവർത്തനങ്ങൾ, കച്ചവടം തുടങ്ങിയവയിൽ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്നതുമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് നാഗരികത എന്ന് വിശേഷിപ്പിക്കുന്നത്. വിശാലമായ വീഥികളും പൊതു കെട്ടിടങ്ങളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും തിരക്കേറിയ ജീവിതവും വിനോദങ്ങളും നഗരജീവിതത്തിന്റെ സവിശേഷതകളാണ്. ഇതുകൊണ്ടെല്ലാമാണ് നാഗരിക ജീവിതത്തിന് തുടക്കം കുറിച്ച കാലഘട്ടമാണ് വെങ്കലയുഗം എന്ന് പറയുന്നത്. അടുത്ത ഈ ഒരു പാരഗ്രാഫിലെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നത് ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിൽ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്. അപ്പോ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്ന ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിൽ ഒന്നാം നഗരവൽക്കരണം അല്ലെങ്കിൽ ഫസ്റ്റ് അർബനൈസേഷൻ എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്. ഈ പാരഗ്രാഫിൽ തന്നെ അതിനുള്ള ആൻസറും ഉണ്ട്. വെങ്കലയുഗത്തിൽ ഇന്ത്യയിൽ വികാസം പ്രാപിച്ചതാണ് ഹാരപ്പൻ സംസ്കാരം. ഹാരപ്പ, മൊഹൻജദാരോ, ലോത്താൾ തുടങ്ങിയ നഗരങ്ങൾ ആസൂത്രിതമായി നിർമ്മിച്ച പൊതു കെട്ടിടങ്ങൾ, വലിയ കുളം, വീടുകൾ, തെരുവീഥികൾ, അഴുക്കുചാലുകൾ, ധാന്യപ്പുരകൾ എന്നിവയും വിവിധ തരം കൈത്തൊഴിലുകളുടെയും കച്ചവടത്തിന്റെയും സാന്നിധ്യവും ഇവിടുത്തെ നഗരവൽക്കരണത്തെയാണ് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അതുകൊണ്ടെല്ലാമാണ് ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിൽ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്തായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ടോപ്പിക് വേദിക് ഏജ് അഥവാ വേദകാലമാണ്. അപ്പൊ വേദകാലം എന്നറിയപ്പെടുന്ന കാലം BC 500-നും 600-നും ഇടയിലുള്ളതാണ് വേദകാലം എന്നറിയപ്പെടുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അത് നിങ്ങൾ പഠിച്ചു വെച്ചോളാം. BC 1500-നും 600-നും ഇടയിലാണ് വേദകാലം. ഇവിടെ വേദകാലത്തെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആദ്യകാല വേദകാലം, പിൽക്കാല വേദകാലം. ആദ്യകാല വേദകാലം എന്ന് പറഞ്ഞ് ഋഗ്വേദം രചിച്ച കാലമാണ് ആദ്യകാല വേദകാലം. പിൽക്കാല വേദകാലം എന്ന് പറയുന്നത് യജുർവേദം, സാമവേദം, അഥർവവേദം തുടങ്ങിയവയെല്ലാം രചിച്ച കാലഘട്ടമാണ് പിൽക്കാല വേദകാലം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ആദ്യകാല വേദകാലത്തെയും പിൽക്കാല വേദകാലത്തിലെയും ജീവിതത്തെ താരതമ്യം ചെയ്യുക. ഇത് 6 മാർക്കിന്റെയോ 4 മാർക്കിന്റെയോ 3 മാർക്കിന്റെയോ ഒക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ തന്നെയാണിത്. അപ്പോൾ ആദ്യകാല വേദകാലത്തിൽ എന്തെല്ലാമാണ് ഉൾപ്പെടുത്തേണ്ടതെന്നുള്ള ടോപ്പിക്സുകൾ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ പിൽക്കാല വേദകാലം ഉണ്ട്. അപ്പൊ ഈ ഒരു ബോക്സ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്രയും കാര്യങ്ങളെല്ലാമാണ് നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടത്. നമുക്കിനി അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. അടുത്ത രണ്ടാമത്തെ ചാപ്റ്റർ ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളുമാണ്. ഇതിൽ ആദ്യമായിട്ട് പഠിക്കാനായിട്ട് വരുന്ന ഒരു ടോപ്പിക് ജൈനമതം, ജൈനിസമാണ്. ഇതിൽ വർത്തമാന മഹാവീരൻ ജനിച്ചത്
ബീഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുന്തല ഗ്രാമത്തിലാണ്. അപ്പം വർത്തമാന മഹാവീരൻ ജനിച്ചത് കുന്തല ഗ്രാമത്തിലാണ്. അത് പഠിച്ചു വെച്ചോളാം. പിന്നെ ഒന്നാമത്തെ തീർത്ഥങ്കരൻ എന്ന് പറയുന്നത് ഋഷഭദേവനാണ് ഒന്നാമത്തെ തീർത്ഥങ്കരൻ. ഇനി അതേപോലെ തന്നെ വർത്തമാന മഹാവീരന്റെ മറ്റു പ്രത്യേകതകൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ നിങ്ങൾ വർത്തമാന മഹാവീരൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് ലിനൻ കേട്ടോ. ലിനൻ ആണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത്. അതും അവിടെ പഠിച്ചോളാം. പിന്നെ ജൈനമതത്തിന്റെ ആശയങ്ങൾ ഉണ്ട് ഇവിടെ 3 പോയിന്റ്സ് ആയിട്ട്. അത് പഠിക്കുക കേട്ടോ. അത് ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്, ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്, ജന്മവും പുനർജന്മവും നിശ്ചയിക്കപ്പെടുന്നത് കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതെല്ലാമാണ് ജൈനമത ആശയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതൊന്നും പഠിച്ചു വെക്കാം. ഇനി അതേപോലെ തന്നെ ഇവിടെ വേദതത്വങ്ങൾ, അത് 3 തത്വങ്ങളുണ്ട്. അത് ത്രിരത്നങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ ത്രിരത്നങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി. അതായത് റൈറ്റ് ബിലീഫ്, റൈറ്റ് നോളജ് ആൻഡ് റൈറ്റ് ആക്ഷൻ. ഇതാണ് ത്രിരത്നങ്ങൾ എന്ന് പറയുന്നത്. അത് പഠിച്ചു വയ്ക്കാം. അടുത്ത ഗൗതമ ബുദ്ധന്റെ തത്വങ്ങൾ ഇവിടെ പഠിച്ചു വയ്ക്കുക. അതായത് ജീവിതം ദുഃഖമയമാണ്, ആശയാണ് ദുഃഖത്തിന് കാരണം, ആശയെ നശിപ്പിച്ചാൽ ദുഃഖമില്ലാതാകും, ഇതിനെ അഷ്ടാംഗ മാർഗം അനുഷ്ഠിക്കണം. ഇതെല്ലാമാണ് ബുദ്ധന്റെ തത്വങ്ങൾ അഥവാ ബുദ്ധാസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് നിങ്ങൾ പഠിച്ചോളാം. അടുത്ത സ്തൂപാസ് ആണ്. സ്തൂപാസ് എന്ന് പറയുന്നത് ബുദ്ധന്റെ ഭൗതിക അവശിഷ്ടങ്ങളോ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ് സ്തൂപങ്ങൾ എന്ന് പറയുന്നത്. ഈ സ്തൂപങ്ങൾ നിർമ്മിക്കുന്ന അർദ്ധവൃത്താകൃതിയിലാണ്. ഇവിടെ അടുത്ത പാരഗ്രാഫിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നത് ബുദ്ധമത പ്രചരണത്തിനായി രൂപീകരിച്ച സംഘങ്ങളെ കുറിച്ച് ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. അതായത് ബുദ്ധമത പ്രചരണത്തിനായിട്ട് രൂപീകരിച്ച സംഘങ്ങളെ കുറിച്ച് ലഘുക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ ബുദ്ധമത പ്രചരണത്തിനായിട്ട് സന്യാസിമാരുടെ സംഘങ്ങളാണ് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് ജാതി ലിംഗ പരിഗണനകളൊന്നും കൂടാതെ എല്ലാവരെയും സംഘത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. സംഘത്തിലെ സ്ത്രീകൾ ഭിക്ഷുണികൾ എന്നും പുരുഷന്മാർ ഭിക്ഷുക്കൾ എന്നുമാണ് അറിയപ്പെട്ടത്. ചർച്ചകളിലൂടെയും ഭൂരിപക്ഷ അഭിപ്രായത്തിലൂടെയുമായിരുന്നു സംഘങ്ങളിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നത്. ഈ 3 പോയിന്റ്സ് അതിനുള്ള ആൻസർ ആയിട്ട് എഴുതിയാൽ മതി. അടുത്ത ടോപ്പിക് മഹാജനപദങ്ങൾ അഥവാ ആദ്യകാല രാഷ്ട്രങ്ങൾ. ഈ ടോപ്പിക്കിലോട്ട് വരുമ്പോൾ ഇവിടെ വജ്ജി എന്ന രാഷ്ട്രത്തെ പറ്റി സൂചിപ്പിക്കുന്ന ബുദ്ധമത കൃതി ഏതാണ്? അതായത് വജ്ജി എന്ന രാഷ്ട്രത്തെ പറ്റി സൂചിപ്പിക്കുന്ന ബുദ്ധകൃതി ദിഹനിക്കായാണ്. ദിഹനിക്കായിലാണ് വജ്ജി എന്ന രാഷ്ട്രത്തെ പറ്റി സൂചിപ്പിക്കുന്നത്. അതേപോലെ 16 മഹാജനപദങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്ന ബുദ്ധകൃതി അങ്കുത്തരനികായ. അങ്കുത്തരനികായയിലാണ് 16 മഹാജനപദങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. മഹാജനപദങ്ങൾ രൂപപ്പെട്ട കാലഘട്ടത്തിലെ മാറ്റങ്ങളെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? മഹാജനപദങ്ങൾ രൂപപ്പെട്ട കാലഘട്ടത്തിലെ മാറ്റങ്ങളെ 2ാം നഗരവൽക്കരണം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 2ാം നഗരവൽക്കരണം. അടുത്ത മഹാജനപദങ്ങളിലെ ഭരണ സംവിധാനം എന്ന ടോപ്പിക്കാണ്. അപ്പോ ഈ മഹാജനപദങ്ങളുടെ ഭരണ സംവിധാനത്തില് ഇവിടെ ഒരു 1 വേർഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. അത് അവിടുത്തെ നികുതി അറിയപ്പെട്ടിരുന്ന ബലി എന്ന പദത്തിലാണ്. ബലി എന്ന പദം നികുതിയെയാണ് അർത്ഥമാക്കുന്നത്. നികുതിയെ അർത്ഥമാക്കുന്ന മറ്റൊരു പദമാണ് ബാഗ കേട്ടോ. ബാഗ എന്നുള്ളത്. അപ്പൊ മഗധയുടെ വളർച്ചയിലേക്ക് വരികയാണെങ്കിൽ മഗധയുടെ വളർച്ചയ്ക്ക് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മഗധയുടെ വളർച്ചയ്ക്ക് അനുകൂലമായ ഘടകങ്ങൾ ഏതെല്ലാമാണ്? നല്ല മഴ ലഭിക്കുന്ന ഉൽപാദനക്ഷമതയുള്ള പ്രദേശമായിരുന്നു മഗധ. കൂടാതെ ധാരാളം ഇരുമ്പയിർ നിക്ഷേപവും ഉണ്ടായിരുന്നു. അതിനാൽ ഉപകരണങ്ങൾക്കും ആയുധങ്ങൾക്കും ആവശ്യമായ ഇരുമ്പ് അവിടെ തന്നെ ലഭ്യമായി. അക്കാലത്ത് യുദ്ധങ്ങളിൽ ആനകൾ പ്രധാന ഘടകമായിരുന്നു. മഗധയിലെ വനങ്ങളിൽ ആനകൾ യഥേഷ്ടമുണ്ടായിരുന്നു. ഇത് മഗധയുടെ യുദ്ധവിജയം ഉറപ്പാക്കി. ഗംഗയും അതിന്റെ പോഷക നദികളും ചരക്ക് ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തു. ബിംബിസാരൻ, അജാതശത്രു തുടങ്ങിയ കഴിവുറ്റ ഭരണാധികാരികളും മഗധയിൽ ഉണ്ടായിരുന്നു. ഇതെല്ലാമാണ് മഗധയുടെ വളർച്ചയ്ക്ക് അനുകൂലമായ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത മഗധയിൽ നിന്ന് മൗര്യ രാജ്യത്തിലേക്കുള്ള വരവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ മൗര്യ രാജ്യത്തില് പ്രധാനമായിട്ടും ഇവിടെ പഠിക്കാനുള്ള ഈ ഒരു ബോക്സിനകത്തുള്ള അർത്ഥശാസ്ത്രവും സപ്താംഗ സിദ്ധാന്തവുമാണ്. അപ്പൊ അർത്ഥശാസ്ത്രം രചിച്ചത് കൗടില്യനാണ്. കൗടില്യന്റേതാണ് അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. സപ്താംഗ സിദ്ധാന്തം പ്രതിപാദിക്കുന്ന കൃതിയാണ് അർത്ഥശാസ്ത്രം കേട്ടോ. സപ്താംഗ സിദ്ധാന്തം പ്രതിപാദിപ്പിക്കുന്നത് അർത്ഥശാസ്ത്രത്തിലാണ്. ഈ സപ്താംഗ സിദ്ധാന്തത്തില് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കാം. സ്വാമി എന്ന് വെച്ചാൽ രാജാവ് എന്നാണ് കേട്ടോ. സ്വാമി രാജാവ്. അമാത്യർ എന്താണ്? മന്ത്രിമാർ. അമാത്യർ മന്ത്രിമാർ. പിന്നെ ദുർഗം എന്ന് വെച്ചാൽ കോട്ട കെട്ടി സംരക്ഷിക്കുന്ന സ്ഥലം. കോശം ഖജനാവ്. ദണ്ഡ നീതിന്യായം കേട്ടോ. മൗര്യ ഭരണത്തിലോട്ട് വരുമ്പോ മൗര്യ ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു? ഇപ്പൊ ഭരണ സൗകര്യത്തിനായിട്ട് രാജ്യത്തെ പല സംസ്ഥാനങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ആ സംസ്ഥാനങ്ങൾക്കെല്ലാം തലസ്ഥാനങ്ങളും ഉണ്ടായിരുന്നു.
അപ്പൊ അത് അറിയപ്പെട്ടിട്ടുള്ളത് പ്രവിശ്യകൾ എന്ന പേരിലാണ്. അപ്പൊ ഇത്തരം പ്രവിശ്യകൾ ഗവർണർമാരുടെ നിയന്ത്രണത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ തലസ്ഥാനമായിട്ടുള്ള പാടലീപുത്രം ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. മൗര്യന്മാരുടെ സൈന്യത്തിന് 5 വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. കാലാൾപ്പട, കുതിരപ്പട, തേര്, ഗജസേന, നാവികസേന എന്നിവയായിരുന്നു അഥവാ. പിന്നെ സൈനിക ഭരണത്തിന്റെ ചുമതല 30 അംഗങ്ങളുള്ള സമിതിയാണ് നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു വൺ വേർഡ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാം. മൗര്യ ഭരണ സംവിധാനത്തിന്റെ സൈനിക ഭരണത്തിന്റെ ചുമതലയിൽ എത്ര അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്? 30 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഇതെല്ലാമാണ് മൗര്യ ഭരണ സംവിധാനം എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ അടുത്തത്, തന്റെ പ്രജകൾക്കിടയിൽ സഹവർത്തിത്വവും സമാധാനവും നിലനിർത്താൻ അശോക ചക്രവർത്തി പ്രചരിപ്പിച്ച ആശയങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് അശോകധമ്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആ അശോകധമ്മയിലെ പ്രധാന ആശയങ്ങൾ എന്തെല്ലാമാണ്? അതായത് മറ്റു മതവിശ്വാസങ്ങളോട് സഹിഷ്ണുത കാണിക്കുക, മുതിർന്നവരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുക, അടിമകളോടും രോഗികളോടും ദയ കാണിക്കുക. ഇതെല്ലാമാണ് അശോകധമ്മയിലെ പ്രധാന ആശയങ്ങൾ എന്ന് പറയുന്നത്. ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത മൗര്യകാലത്തെ കച്ചവടക്കാർ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്ന സേത്ത്, സാത്തവാഹകർ എന്നീ പദങ്ങളിലാണ് കേട്ടോ. അപ്പൊ സേത്ത്, സാത്തവാഹകർ എന്നീ പദങ്ങളെല്ലാം മൗര്യകാലത്തെ കച്ചവടക്കാരെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് ജനാധിപത്യ വഴിയിലെ ഏതൻസ് എന്ന ടോപ്പിക്കാണ്. അപ്പൊ ഇത് ഏതൻസിലെ ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? അടിമകളല്ലാത്ത 30 വയസ്സുള്ള എല്ലാ പുരുഷന്മാരെയും പൗരന്മാരായി കണക്കാക്കിയിരുന്നു. പ്രത്യേകമായിട്ട് എന്താ പറയാ, നിങ്ങൾ ഓർത്ത് പഠിക്കേണ്ടത് അടിമകൾ അല്ലാത്ത പുരുഷന്മാരെയാണ് പൗരന്മാരായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ വർഷത്തിൽ 4 തവണ ഇവർ യോഗം ചേർന്നിരുന്നു. സ്ത്രീകൾ, കരകൗശല തൊഴിലാളികൾ, കച്ചവടക്കാരായി പ്രവർത്തിച്ചിരുന്ന വിദേശികൾ തുടങ്ങിയവരെ പൗരന്മാരായി കണക്കാക്കിയിരുന്നില്ല. ഇതെല്ലാമായിരുന്നു ഏതൻസിലെ ഭരണ സംവിധാനത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഏതൻസിലെ ജനാധിപത്യ സവിശേഷതകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്ക് നല്ലപോലെ വായിച്ചോളാം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വൺ വേർഡും ഒക്കെ നിങ്ങൾക്ക് ആൻസർ എഴുതാനായിട്ട് പറ്റുകയുള്ളൂ. അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. അടുത്തതായിട്ട് പഠിക്കാനുള്ളത് 4ാമത്തെ ചാപ്റ്റർ ആണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം. അത് സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങൾ എന്തെല്ലാമാണ്? ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണം. അപ്പൊ സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളാണ് ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. ഇതിൽ തന്നെ ഭാരതത്തിന്റെ ഭരണഘടനയിൽ സമത്വം എന്ന വാക്ക് അല്ലെങ്കിൽ സമത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെല്ലാമാണ്? പദവിയിലും അവസരത്തിലുമുള്ള സമത്വം കേട്ടോ. പദവിയിലും അവസരത്തിലുമുള്ള സമത്വമാണ് സമത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്തോടെ ഭരണഘടനയുടെ സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഭരണഘടനയുടെ സവിശേഷതകൾ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അതിൽ തന്നെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ മാർഗനിർദ്ദേശ തത്വങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത് പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ. അത് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ പഠിച്ചു വെക്കുക. അടുത്ത ടോപ്പിക്കിലോട്ട് വരുമ്പോൾ ഇവിടെ യൂണിയൻ ലിസ്റ്റ്, സമവർത്തി ലിസ്റ്റ് ഇവ ഉദാഹരണ സഹിതം വ്യക്തമാക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഗവൺമെന്റ് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ 97 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഉദാഹരണമായിട്ട് വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവയെല്ലാം യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. ഇത് തന്നെ മറ്റു രീതിയിലും ചോദിക്കാം. വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവ ഏതിലാണ് ഉൾപ്പെടുന്നതെന്നും ചോദിക്കാം. ഇന്ത്യൻ ഭരണം ഏതിലാണ് ഉൾപ്പെടുന്നതെന്ന് ചോദിക്കാം. അപ്പൊ അത് യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ള രീതിയിലും അത് പഠിച്ചു വെക്കാം. അടുത്ത സമവർത്തി ലിസ്റ്റ്. സംസ്ഥാന ലിസ്റ്റുകൾ പഠിക്കണം. പക്ഷെ സമവർത്തി ലിസ്റ്റിലോട്ട് വരുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് സമവർത്തി ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ 47 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ തുടങ്ങിയവയൊക്കെ സമവർത്തി ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. അപ്പൊ യൂണിയൻ ലിസ്റ്റ്, സമവർത്തി ലിസ്റ്റ് ഇവ ഉദാഹരണ സഹിതം വ്യക്തമാക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാൽ ഈ 2 പോയിന്റ്സ്, ഈ 2 ടോപ്പിക് നിങ്ങൾ എഴുതി വെക്കുക. അടുത്തായിട്ട് സൈബർ നിയമങ്ങൾ.
അധികാര വിഭജനത്തിന്റെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? അതായത് അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്ന ലിസ്റ്റിലാണ് സൈബർ നിയമങ്ങൾ ഉൾപ്പെടുന്നത് കേട്ടോ. അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്ന ലിസ്റ്റിലാണ് സൈബർ നിയമങ്ങൾ ഉൾപ്പെടുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, സമവർത്തി ലിസ്റ്റ്, ഇത് മൂന്നിലും ഉൾപ്പെടാത്ത വിഷയങ്ങളെയാണ് ഏതെന്ന് പറഞ്ഞത് അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. ഈ ഒരു പേജ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്തത് പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ എന്തെല്ലാം? അപ്പൊ പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ നിയമനിർമ്മാണം, അതേപോലെ തന്നെ എക്സിക്യൂട്ടീവിനെ നിയമിക്കുക തുടങ്ങിയ 6 പോയിന്റ്സിൽ കൊടുത്തിട്ടുണ്ട്. ആ 6 പോയിന്റ്സും പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അടുത്തത് ബില്ലുകൾ പാസ്സാവുന്നതുമായിട്ട്, അതായത് നിയമനിർമ്മാണം ഇന്ത്യയിൽ എന്നുള്ള ടോപ്പിക്കിൽ ബില്ലുകൾ എങ്ങനെയെല്ലാം പാസ്സാക്കുന്നത് അല്ലെങ്കിൽ പാസ്സാവുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ് എന്നുള്ളൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ലോക്സഭയിലാണ് കേട്ടോ. ധനബിൽ ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത് എന്ന് പഠിക്കാം. പിന്നെ ഒരു ബിൽ നിയമമാകുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തെല്ലാമാണ്? അപ്പോൾ ഒരു ബിൽ നിയമമാകുന്നതിന് 3 ഘട്ടങ്ങളാണുള്ളത്. അത് 1ാം വായന, 2ാം വായന, 3ാം വായന എന്നിങ്ങനെ 3 ഘട്ടങ്ങളാണ് ഒരു ബിൽ നിയമമാകുന്നതിന് ഉള്ളത്. അപ്പോ ധനബിൽ അല്ലാത്ത ഏതൊരു ബില്ലും ഇരു സഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നതാണ് 1ാം വായന എന്ന് പറയുന്നത്. 2ാം വായന എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ ബിൽ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കമ്മിറ്റി ഘട്ടം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ മാറ്റങ്ങളോ ഭേദഗതികളോ ഒക്കെ ഈ ഘട്ടത്തിലാണ് സ്വീകരിക്കുന്നത്. അപ്പൊ ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ പറയാം, കമ്മിറ്റി ഘട്ടം എന്ന് അറിയപ്പെടുന്നത് ഏത് ഘട്ടമാണ്? അപ്പൊ 2ാം വായനയാണ് കമ്മിറ്റി ഘട്ടം എന്ന് അറിയപ്പെടുന്നത്. ബിൽ സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നത് 3ാം വായനയിലാണ് കേട്ടോ. അപ്പോ ഒരു ബിൽ അധികാരത്തിൽ വരുന്നത് ആരുടെ അംഗീകാരത്തോടു കൂടിയാണ്? അപ്പൊ രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടു കൂടിയാണ് ഒരു ബിൽ നിയമമായിട്ട് മാറുന്നത്. ഒരു ബിൽ നിയമമായിട്ട് മാറുന്നത് ആരുടെ അംഗീകാരത്തോടു കൂടിയാണ്? രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടു കൂടിയാണ് ഒരു ബിൽ നിയമമായിട്ട് മാറുന്നത്. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? അത് 86ാം ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത്. അടുത്ത ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിവിധ ഭേദഗതി രീതികൾ ഇവിടെയുണ്ട്. അതായത് അയവുള്ള ഭേദഗതി, ദൃഢമായ ഭേദഗതി, അതിദൃഢമായ ഭേദഗതി. ഇതാണ് ആ 3 ഭേദഗതി രീതികൾ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ പൗരത്വം ഉൾപ്പെടുന്ന ഭേദഗതി എന്ന് പറഞ്ഞാൽ അയവുള്ള ഭേദഗതിയാണ്. മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുന്നത് ദൃഢമായ ഭേദഗതിയാണ്. ജനാധിപത്യ നിയമം ഉൾപ്പെടുന്നത് അതിദൃഢമായ ഭേദഗതിയാണ് കേട്ടോ. ആ രീതിയിൽ ഇതൊന്ന് പഠിച്ചു വെക്കാം. അടുത്തത് കാര്യനിർവഹണ വിഭാഗമാണ്. കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത് നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗത്തെയാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. കാര്യനിർവഹണ വിഭാഗത്തിലെ അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നതെങ്കിലും അത് നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. അപ്പൊ കാര്യനിർവഹണ വിഭാഗം നിയന്ത്രിക്കപ്പെടുന്നത് ആരിലൂടെയാണ്? പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ് എന്ത് കാര്യനിർവഹണ വിഭാഗം നിയന്ത്രിക്കപ്പെടുന്നത്. കൺഫ്യൂഷൻ വരരുത്. കാര്യനിർവഹണ വിഭാഗം നിയന്ത്രിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. അടുത്ത രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെ? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി കേട്ടോ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവരാണ് എന്ത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഇപ്പൊ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ്. അടുത്ത ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ചുമതലകൾ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ചുമതലകൾ എന്തെല്ലാമാണ്? പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വ സൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ. അടുത്തിവിടെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുക. അപ്പൊ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിന് എന്താണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്? പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പൊ രാഷ്ട്രപതിയുടെ കാലാവധി എന്ന് പറയുന്നത്, ഔദ്യോഗിക കാലാവധി എന്ന് പറഞ്ഞാൽ 5 വർഷമാണ് കേട്ടോ. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി.
അടുത്തത് പ്രധാനമന്ത്രിയുടെ ചുമതലകൾ എന്തെല്ലാമാണ് എന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇപ്പൊ മന്ത്രിസഭ രൂപീകരിക്കുന്നതിനും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തുവാനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനും ഒഴിവാക്കുവാനുമുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ട്. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായിട്ട് പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു കേട്ടോ. 5 വർഷ കാലാവധിയാണ് ആർക്കുള്ളത്? പ്രധാനമന്ത്രിക്ക് ഉള്ളത്. അടുത്ത മന്ത്രിസഭയുടെ ചുമതലകൾ പഠിച്ചു വെക്കാം. അടുത്ത സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ ഉത്ഭവാധികാരം, ഉപദേശകാധികാരം ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണ്? അപ്പോൾ ഉത്ഭവാധികാരം എന്ന് പറയുന്നത് സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളാണ് ഉത്ഭവാധികാരങ്ങളുടെ പരിധിയിൽ വരുന്നത്. കേന്ദ്ര സംസ്ഥാന തർക്കങ്ങളെല്ലാം ഉത്ഭവാധികാര പരിധിയിലാണ് വരുന്നത്. ഉപദേശക അധികാരം എന്ന് പറയുന്നത് രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതയുണ്ട്. ഇതാണ് ഉപദേശക അധികാരം എന്ന് പറയുന്നത്. അതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം. ആ രീതിയിൽ ഈ ഭാഗത്ത് നിന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഓൺ എക്സാമുമായി ബന്ധപ്പെട്ട് 1, 2, 4 തുടങ്ങിയ ഹിസ്റ്ററിയിലെ ചാപ്റ്ററുകളിൽ നിന്ന് ഈ രീതിയിലെല്ലാം നിങ്ങൾ ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാം നല്ല കോൺഫിഡൻസോടുകൂടി തന്നെ എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫസ്റ്റ് എക്സാം ആണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ബാക്കി വരുന്ന വിഷയങ്ങളുടെ എല്ലാം, ബാക്കി സബ്ജക്റ്റുകളുടെ എല്ലാം എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ഒക്കെ അറിയുന്നതിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു. ഓക്കെ, താങ്ക് യു.